ജൂണിലെ നിലാമഴയിൽ പാട്ട് പാടി വെറുപ്പിക്കുന്നില്ല കേട്ടോ. പാട്ടിനേക്കാളും കീട്ടുക്ക സ്ഥലം, അതായത് കൊല്ലം കൊടുന്ന് വാൽപ്പാറ പോകുന്ന റൂട്ടിൽ അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ്, SS വെജിറ്റേറിയൻ ഊണെന്നൊക്കെയാണ് സൈഡിൽ എഴുതിയേക്കുന്നത്. പക്ഷേ അവിടെ ബിരിയാണിയും കിട്ടും. അവിടെ പോയി നമ്മളൊരു ബിരിയാണിയും വാങ്ങിച്ചു, ഒരു ചില്ലി ചിക്കനും വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ഒരു മുട്ടയും ഫ്രീ കിട്ടി. നേരെ ഒരു കിടുക്കൻ ആംബിയൻസ് ഉള്ളിടത്ത് കൊണ്ട് വണ്ടി അങ്ങോട്ട് ഒതുക്കി ഇല അങ്ങ് തുറന്നപ്പോൾ ഉണ്ടല്ലോ, ഇലയല്ല പൊതി തുറന്നപ്പോൾ ഇലയുടെ മണം. അതിനകത്തുനിന്ന് ആ മുട്ടയുടെ ചെറിയൊരു പീസും ഇച്ചിരി ആ ചിക്കൻ ബിരിയാണിയും കൂടെ അങ്ങോട്ടൊരു പിടുത്തം. ഈ റാവുത്തർ ബിരിയാണിയുടെയൊക്കെ ടേസ്റ്റ് നോക്കിയേ. ചില്ലി ചിക്കൻ നോക്കിച്ച് ചുമലയോട് ഇച്ചിരി എന്താണെന്നറിയില്ല, ആൾക്ക് ഭയങ്കര സ്നേഹം കൂടുതലാണ്. വാരി പൗഡർ ഇട്ടിട്ടുണ്ട്, കളറ്. പക്ഷേ ടേസ്റ്റ് അപാരം. അതിൽ നിന്ന് ആ ചിക്കനിൽ നിന്ന് നല്ല ജ്യൂസി ആയ ചിക്കനിൽ നിന്ന് ഇച്ചിരി ബിരിയാണി റൈസും കൂടെ കൂട്ടി നമ്മുടെ പൊണ്ടാട്ടിക്ക് ഒരു ബൈറ്റ്സ് അങ്ങോട്ട് കൊടുത്തു. പൊണ്ടാട്ടിയുടെ എക്സ്പ്രഷൻ അങ്ങോട്ട് നോക്കിക്കോണം. ഫുഡ് സൂപ്പറായിട്ടാണോ, ഇഷ്ടപ്പെട്ടിട്ടാണോ, എന്താണെന്ന് അറിയത്തില്ല, അതോ വീഡിയോയിൽ കാണിക്കാനാണോ എന്നും അറിയില്ല. ഒരു അപാര എക്സ്പ്രഷൻ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷേ പറയാൻ വയ്യ കേട്ടോ, അടിപൊളി. റാവുത്തർ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഇച്ചിരി സ്പൈസ് കൂടുതലാണ്, പക്ഷേ ഈ ആംബിയൻസ് പൊളി ആംബിയൻസ്. ആ ചിക്കൻ പീസും കൂട്ടി അത് ഫുൾ അവിടെ നിന്ന് പിടിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇച്ചിരി കാട്ടുകൊതിയൊക്കെ കളഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ അപാര സാധനം. കുറച്ച് വെള്ളം വേണം, കാരണം എരിവത്ര രീതിക്കാണ് കയറ്റിയിട്ട് വന്നേക്കുന്നത്. പക്ഷേ ഒരു 1.5 മുതലാണ് സാധനം.